ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് HSS സോഷ്യൽ സയൻസിൻ്റെ സ്റ്റഡി വ്ളോഗ് 5ാമത്തെ ഡേ ആണ്. ഇത് എല്ലാ വീഡിയോസും പഠിക്കണമെന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നമ്മൾ പഠിക്കണം. അത്രയും ടൈം പോയി കിട്ടും. പിന്നെ ചില സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് റാങ്ക് ഫയൽ കാണിക്കുമ്പോൾ. പിന്നെയും അത് ഡിലീറ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അത്രയും ടൈം പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലും അത്യാവശ്യം കുറേ ടോപ്പിക്ക് പഠിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഓൾറെഡി ട്യൂഷൻ ഉണ്ട്, കാലത്തും വൈകിട്ടൊക്കെ ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ SCRT അങ്ങനെ കവറാക്കി പോകുന്നുണ്ട്. SCRT അപ്പോൾ ഡെയിലി ഞാൻ അവർക്ക് പഠിപ്പിക്കാനുള്ളതുകൊണ്ട് എനിക്ക് ഡെയിലി SCRT പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഇംഗ്ലീഷൊക്കെ ഞാൻ പഠിച്ചു പോകുന്നുണ്ട്. ഞാൻ HSA മാത്രം കോൺസെൻട്രേറ്റ് അങ്ങനെയല്ല, എനിക്ക് എല്ലാ എക്സാം എഴുതണമല്ലോ. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ മാത്സ് ഏകദേശം നിർത്തി വെച്ചേക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ പതുക്കെ കുറച്ച് അതിൻ്റെ സൈഡിൽ കൂടെ അവരെന്നെ പഠിപ്പിക്കണ കാരണം കൊണ്ട് എനിക്ക് കുറച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്തെങ്കിലും അത്യാവശ്യം കൂടുതൽ പഠിക്കാം. അപ്പോൾ ഞാൻ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 അതുപോലെ മൊഡ്യൂൾ 1 അതുപോലെ 2 അതുപോലെ 3 അതിലൊക്കെ കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ പാർട്ട് എയിലുള്ള റിനൈൻസസ് പഠിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 റിനൈൻസസ് ലീഡേഴ്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഞാൻ റാൻഡായിട്ട് 4 റിനൈൻസസ് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കും ഉറപ്പായിട്ടും. ദെൻ നെക്സ്റ്റ് പറയുന്നത് മെസപ്പൊട്ടോമിയൻ, ഹാരപ്പ, ഈജിപ്ഷ്യൻ സംസ്കാരം. രാത്രി എന്തെങ്കിലും ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ പഠിക്കണം, പാർട്ട് ബിയിലുള്ളത്. അപ്പോൾ പാർട്ട് ബിയിൽ അത്രയും അധികം ഞാനിന്ന് പഠിക്കും. ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയ, ഹാരപ്പൻ, അതുപോലെ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ. നെക്സ്റ്റ് മൊഡ്യൂൾ 2 വന്നത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ മിഡീവൽ ഇന്ത്യ, സുൽത്താനേറ്റ്, മുഗൾ ആൻഡ് വിജയനഗർ എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല. അത് പഠിച്ച് വരുമ്പോൾ അത്യാവശ്യം വലിയ ടോപ്പിക് ആയതുകൊണ്ട് എന്തെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് മൊഡ്യൂൾ 3 വന്നിട്ടുള്ള ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ്സ് ഇൻ എക്കണോമിക്സ്, തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ഓർഡിനൽ അപ്രോച്ചസ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ. ഇത്രയും ഭാഗങ്ങൾ ഇന്ന് നോക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ബേസിക് ഓഫ് ദി എക്കണോമിക്സിൻ്റെ ആ കാര്യങ്ങളും ഉറപ്പായിട്ടും നോക്കും. ബേസിക്കായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതും ഞാനിന്ന് ഡിഗ്രി റാങ്ക് ഫയൽ വെച്ചിട്ടാണ് പഠിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റെഫർ ചെയ്യുന്നത് ഡിഗ്രി റാങ്ക് ഫയൽ അത്യാവശ്യം നോക്കുന്നുണ്ട്. കാരണം LDയുടെ എക്സാമിന് പറഞ്ഞ പോലെ എനിക്ക് ആർക്കും കിട്ടാത്ത കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഡിഗ്രി റാങ്ക് ഫയൽ റെഫർ ചെയ്തപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉത്തരങ്ങളും കിട്ടി. അപ്പോൾ അത് NCERT പ്ലസ് SCRT കൂടിയിട്ടാണല്ലോ. അപ്പോൾ പിന്നെ ഡിഗ്രി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ ഒരു HSCയുടെ റാങ്ക് ഫയൽ എൻ്റെ ഉണ്ട്, അത്യാവശ്യം വല്ല നോക്കാനായിട്ട്. പിന്നെ ബാക്കി സൈക്കോളജിയും കാര്യങ്ങളൊക്കെ നമ്മൾ DLDൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് കുറച്ച് നോക്കാമെന്നൊക്കെ വെച്ചിട്ടാണ്. കാരണം LPPക്ക് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ. ഞാൻ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ചില സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ അത്രയും സമയം പോയി കിട്ടും. പിന്നെ ഞാൻ ഫെബ്രുവരിത്തെ കറണ്ട് അഫെയർ ഇന്ന് കംപ്ലീറ്റ് ആക്കും. ഓൾറെഡി ജനുവരി കംപ്ലീറ്റഡ് ആണ്. പിന്നെ ഫെബ്രുവരി ഇന്ന് കംപ്ലീറ്റഡ് ആക്കും. അപ്പോൾ 2 ദിവസം എടുത്ത് ഒരു ദിവസം പാർട്ട് പഠിക്കുക, പിന്നെ അടുത്ത പാർട്ട്, അങ്ങനെ 2 ദിവസം കൊണ്ട് കറണ്ട് അഫെയർ കംപ്ലീറ്റ് ആക്കുന്ന തരത്തിൽ പഠിച്ചു പോകണം. എന്നാലേ കറണ്ട് അഫെയർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ 2 മാസം കറണ്ട് അഫെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിവിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്ത് പഠിച്ചാലും എന്താണ് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കി. എനിക്കിപ്പോൾ കുറച്ച് ട്യൂഷൻ്റെ ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് അധികം കൂടുതലായിട്ട് ഇതും ഇരിക്കാൻ പറ്റാത്തത്. അല്ലാതെ 10-15 മണിക്കൂർ പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ പഠിക്കാനായിട്ട് പറ്റും. താങ്ക് യു. വലിച്ചുവാരിയിട്ടുള്ള പഠനം ഒഴിവാക്കുക. കൂടുതൽ മറക്കാത്ത രീതിയിൽ പഠിക്കുക. എനിക്ക് പറ്റിയിട്ടുള്ള ഫോൾട്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റട്ടെ. താങ്ക് യു.